ഇതിഹാസങ്ങൾ ലോകവേദിയിൽ പന്ത് തട്ടാനിറങ്ങുകയാണ് നാളെ. ലയണൽ മെസ്സിയുടെ അർജന്റീനയ്ക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനും നാളെയാണ് ആദ്യ മത്സരം. അർജന്റീനയുടെ മത്സരം രാവിലെ 6:30-നും പോർച്ചുഗലിന്റെ പോരാട്ടം രാത്രി 10:30-നും കാണാം. ഇനിയാണ് ഫുൾ പവർ. കാർണിവലിന് ഇവിടെയാണ് തുടക്കം. മെസ്സിയും റൊണാൾഡോയും അവതരിക്കുകയാണ് വിശ്വവേദിയിൽ. മെസ്സിക്ക് വേണ്ടി കിരീടം എന്ന സമ്മർദ്ദമില്ലാതെ കളിക്കാം അർജന്റീനയ്ക്ക് എന്നത് ശരി തന്നെ. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരെന്ന ലേബലിൽ ഇറങ്ങുമ്പോൾ മികവ് തുടർന്നേ മതിയാകും. അൾജീരിയയെ ചെറുമീനായി അർജന്റീന കണ്ടാൽ ആൽബി സെലസ്റ്റെ നിന്നു വിയർക്കും. സന്നാഹ മത്സരത്തിൽ നെതർലൻഡ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് അൾജീരിയയുടെ വരവ്. മെസ്സിയുടെ മാന്ത്രിക സ്പർശങ്ങൾ തന്നെ അർജന്റീനയുടെ ഊർജ്ജ സംഭരണി. തുടരാക്രമണങ്ങളിൽ പ്രതിരോധം മറന്നുപോകുന്ന അൾജീരിയയുടെ ഗോൾ വലയിൽ വൻ നിക്ഷേപം കൊതിക്കുന്നുണ്ട് ലൗതാരോയും അൽമാഡയും എൻസോയുമെല്ലാം. ഫ്രഞ്ച് ഇതിഹാസം സിനദീൻ സിദാന്റെ മകൻ ലൂക്ക സിദാനാണ് അൾജീരിയയുടെ ഗോൾ കീപ്പർ. നായകൻ റിയാദ് മെഹ്റസും ഫോർവേഡ് മുഹമ്മദ് അമൂറയും അർജന്റീനയുടെ പ്രതിരോധത്തെ പരീക്ഷിക്കുമെന്നുറപ്പ്. മെസ്സിയെപ്പോലെ കടുപ്പമാകില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് പോർച്ചുഗലിന്റെ എതിരാളി. റൊണാൾഡോ എന്ന സൂപ്പർ താരത്തിന് പിന്നിൽ ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനിയും നെവസുമുണ്ട്. ഒപ്പമോടാൻ ബെർണാഡോ സിൽവയും നെറ്റോയും. പരിചയസമ്പന്നരാണ് പ്രതിരോധക്കാരും. വിശ്വവേദിയിൽ ഇത് 2ാം തവണയാണ് കോങ്കോ. 1974-ൽ സൈർ എന്ന പഴയ പേരിൽ കളിച്ചുവെങ്കിലും ഒരു ജയം പോലും നേടാതെ മടങ്ങി. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവുമെന്നാണല്ലോ. നല്ല തുടക്കമിടട്ടെ മെസ്സിയും റൊണാൾഡോയും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.